വെൽക്കം ബാക്ക്. നല്ലൊരു പ്രഭാതത്തിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോസാണ്. അപ്പോൾ ആദ്യം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 റെസിപ്പികളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ ലാസ്റ്റ് വരെ കാണാം. നമ്മളെ ഉമ്മമാർക്കൊക്കെ എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ജോലിയുള്ളൊക്കെ ഉമ്മമാരാണെങ്കിൽ രാവിലെ നല്ല തിരക്ക് തന്നെ ആയിരിക്കും. എത്ര പണിയെടുത്താലും നമ്മളെ പണി തീരുമില്ല, അങ്ങനെ അല്ലേ? അപ്പോൾ നല്ലൊരു കിളികളെ ശബ്ദമൊക്കെ നമ്മൾ പുറത്തുനിന്ന് നല്ലൊരു വൈബ് തന്നെയല്ലേ? ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാം അല്ലേ? അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. കണ്ടോ പോയി. അസ്സലാമു അലൈക്കും. ഐസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലോഗായിട്ടോ. അപ്പം രാവിലെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ പണിയൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ നീക്കുമ്പോൾ തന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചതിന് ശേഷം ഞാനിതാ ഓളന്ന് പൊളിപ്പിക്കണം. അതിൻ്റെ മുന്നേ യൂണിഫോം ഒക്കെ തേച്ചിട്ട് മദ്രസ്ക്ക് കുളിപ്പിച്ചിട്ടാണ് വിടാറ് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ 7:00 മദ്രസ്. അതിന് 7 മണിക്കെങ്കിലും അവളെ വിളിച്ച് ഒരുക്കിയിട്ടില്ലെങ്കിൽ വന്നാൽ ഒട്ടും ടൈം ഉണ്ടാവില്ല. 8:30 കഴിയുമ്പോഴത്തേന് ബസ്സും വരും. കുറഞ്ഞ ടൈമേ മദ്രസിലുള്ളൂ. പക്ഷെ നമ്മൾ പോവാതെക്കാനും വയ്യല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാട്ടോ. നടക്കുന്ന സ്ഥലം നമ്മളെ പാടത്തു കൂടെയാണ്. അപ്പുറത്തൂടെ റോഡ് ഉണ്ട് കേട്ടോ. റോഡ് ഉണ്ടെങ്കിൽ നല്ല ചളിപുലി, അല്ലെങ്കിൽ ആ വണ്ടിമേ കൊണ്ടേക്കും. പക്ഷെ അതിൽ ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ കുറുക്ക് വഴി നമ്മളെ പാടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം. അവിടെയും വലിയ ചളി പുലിയൊക്കെയാണ്. എന്തായാലും അതൊന്ന് കടത്തി വിടാം. അങ്ങനെ പോവാട്ടോ. പോവാത്ത കണ്ടോ പോയി. അപ്പൊ രാവിലെ നീക്കുമ്പോൾ നല്ലൊരു സോപ്പ് ഇടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും വാശി പിടിച്ചാൽ പിന്നെ അയിമ തന്നെ ആവും. പിന്നെ ഒരു കാര്യം നടക്കൂല. അപ്പൊ ആ പാലൊക്കെ കടന്നു പോകണം. അപ്പൊ പാലൊക്കെ നല്ല മഴത്ത് ഒലിച്ചു പോയിട്ട് ഞാനിപ്പോ വേറെ പാലം ഞങ്ങളവിടെ കൊണ്ടുവന്നിട്ട് താൽക്കാലികമായിട്ട് അപ്പൊ അതിനൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോവാണ്. ഓളെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോ കുറച്ച് തേങ്ങയൊക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. മഴയൊക്കെ ആയിട്ട് നമ്മള് പാടത്ത് അങ്ങനെ വരലില്ല. എന്തെങ്കിലും എന്തുണ്ടെങ്കിലേ വരാറുള്ളൂ. അപ്പൊ അതാ ഈ തേങ്ങയൊക്കെ ഒന്ന് പൊറുക്കി ഒരു ഭാഗത്തേക്ക് വെച്ചാൽ പിന്നെ ഒഴിവുള്ള ടൈമിൽ ഒന്ന് കൊണ്ടുപോവാലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പറക്കി വെക്കാണ്. പക്ഷെ അതിപ്പോ കൊണ്ടുപോകണമെന്നില്ല കേട്ടോ. കൊണ്ടുപോകാനൊന്നും നേരമില്ല. കാരണം നമ്മൾ ചെന്നിട്ട് എനിക്ക് ചോറും കൂട്ടാനും നമ്മൾ മദ്രസ്ക്കും അല്ല സ്കൂൾക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കണം. പിന്നെ ഉച്ചക്കത്തത് വേണം, എല്ലാം വേണം അല്ലേ? നമ്മൾ ഒരു ടൈം വൈകിയാൽ പിന്നെ എന്താ പറയാ, ആ സമയം തന്നെ പോയി എന്ന് പറയാം. അങ്ങനെ ഞാൻ കിണറിന്റെ അടുത്ത് എത്തിയപ്പോ ഞാനൊന്ന് ആമനെ നോക്കി കേട്ടോ. ആമ ഏത് വഴിയിലെ പോയത് തന്നെ കണ്ടിട്ടില്ല, കാണാനില്ല. ആളില്ലെങ്കിൽ ആള് മേലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോ എന്താ പണി, നമ്മൾ അടുക്കളയിലേക്ക് പോവാല്ലേ. രാവിലത്തെ അങ്ങനെ ചായയും കടിയും ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോ മോക്ക് ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ ഞാൻ ഇന്നത്തെ ലഞ്ച് ബോക്സിന്റെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അന്ന് അവർക്ക് ഉണ്ടാക്കിയത് ഞാൻ ഇതുപോലെയാണ്. ആദ്യം കുറച്ച് നെയ്ച്ചോറാക്കിയിട്ട് വെച്ചു കേട്ടോ. കാരണം വെറും ചോറാകുമ്പോൾ അവർക്ക് അത്ര തന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ മക്രോണി ഉണ്ടല്ലോ, മക്രോണി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം, അതും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ ഇല്ലാത്തത് എന്താ വെച്ചാല് ഇത് നെയ്ച്ചോറും ആക്കി. അതുപോലത്തെ നല്ല ചമ്മന്തി ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അരക്കുമല്ലോ. തേങ്ങയും മല്ലിച്ചപ്പിൻ്റെ ഇലയും കുറച്ചും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഒരു ചമ്മന്തി, ഈ നെയ്ച്ചോറും. അതുപോലെ തന്നെ ഇതിക്ക് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാടമുട്ട ഉണ്ടായിരുന്നു ചെറുത്. അപ്പൊ അത് റോസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ മക്കളൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് അവർക്ക് പറ്റില്ല. അവർക്കായിട്ടൊരു ഇഷ്ടങ്ങളാണ് അല്ലേ? അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കൂല. ചോറ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ കൊണ്ട് കളയും. അപ്പൊ ഓരോ ഇഷ്ടത്തിന് തന്നെ നിന്ന് കൊടുക്കാറാണ്.
അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. അവർക്ക് സാധാ ചോറാണെങ്കിൽ അവർക്ക് കഴിക്കാൻ മടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പൊ സ്പീഡ് ആക്കി കൊടുക്കാട്ടോ. അപ്പൊ 8:10 അവള് തിരിച്ചു വരും. അപ്പോഴത്തിന് എല്ലാം ഒന്ന് 8:10 മദ്രസ് അവിടുന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ ചോദിച്ചു പോരണം. അപ്പോഴത്തിന് ഇതെല്ലാം ആക്കി വെച്ചാൽ പിന്നെ അവളെ മുടി കെട്ടാനും പിന്നെ യൂണിഫോം ഒക്കെ ഓൾറെഡി ഇട്ടിട്ടാണല്ലോ പോയത്. പിന്നെ വേഗം ചായ കുടിച്ചിട്ട് മുടി കെട്ടിയിട്ട് പോയാൽ മതി. പക്ഷെ നമ്മൾ ആ ടൈം ആകുമ്പോഴത്തേന് എല്ലാം ഒരുക്കാണ് കേട്ടോ. അപ്പൊ ചിലർക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. രാവിലെ ഈ മദ്രസിന്റെ ഇത് പറയുമ്പോൾ ബസ് നേരത്തെ വരുന്നവർക്കൊക്കെ എത്ര നമ്മൾ നേരത്തെ എണീറ്റാലും നമ്മളെ പണി ആ ടൈം ആകുമ്പോഴത്തേന് എങ്ങനെ ആയാലും കഴിഞ്ഞിട്ടൂല അല്ലെ. രാവിലെ ഒരു തത്രപാട് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ മറ്റുള്ള വീഡിയോ ഞാൻ അതുകൊണ്ട് ഈ തിരക്കിലോണ്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ അവളെ ലഞ്ച് ബോക്സ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് അവിടെ ബാഡ്ജ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മുടി കെട്ടി കൊടുക്കാട്ടോ. അപ്പൊ മുടി ഒന്ന് കെട്ടണം. മുടി നനഞ്ഞ മുടിയായതുകൊണ്ട് ഞാൻ ഉണക്കിയിട്ടാണ്. ഈ മഫ്തന്റെ ഉള്ളിലാവുമ്പോഴേ നനഞ്ഞ മുടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഉണക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ മഫ്തട്ട് മുടി ഒന്ന് കെട്ടാതെയാണ് രാവിലെ വിടാറ്. രാവിലെ മദ്രസ്ക്ക് മുടി കെട്ടി വിടുമ്പോൾ ഭയങ്കര നനവായിരിക്കും. അപ്പൊ ഇനിയിപ്പോ മുടി കെട്ടുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലുമൊക്കെ നല്ല മോഡൽ വേണമെന്ന് അറിയാം. അപ്പൊ നമ്മൾ ടൈമും ഉണ്ടാവില്ല. ഒരു പറയുന്ന ചെയ്ത് കൊടുക്കുവാണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കാട്ടോ. സംഭവം കാണാനൊക്കെ ഭംഗിയാണ്. കുറച്ച് ടൈം എടുക്കൂട്ടോ ഇങ്ങനെ കെട്ടി കൊടുക്കണമെങ്കിൽ തന്നെ. അപ്പൊ ഞാൻ ഓള് പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുക്കാണ്. കണ്ണൂരിരുന്നോ പോട്ടെ. അത് അപ്പോഴത്തേന് ബസ്സൊക്കെ വന്ന് മുടി കെട്ടി കൺമശിയൊക്കെ ഒന്ന് ഇടണം വിചാരിച്ചു. പക്ഷെ അതിനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോ അതങ്ങ് അങ്ങനെ പോട്ടെ വിചാരിച്ചിട്ട് അവളെ പിന്നെ പറഞ്ഞു വിട്ട്. ഇനിയാണ് നമ്മളെ പണി മുഴുവൻ കിടക്കണേ അല്ലേ. നമ്മൾ രാവിലെ മക്കളെ അങ്ങോട്ട് വിട്ടാ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നടക്കുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുറ്റടിക്കാന്ന് വെച്ചിട്ട് മുറ്റടിച്ചാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പൊ മുറ്റടിക്കലൊക്കെ നല്ല ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരുപാട് അടിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നന്നായിട്ട് വരും. ഇപ്പൊ മഴ ഇല്ലാത്ത ടൈം ആകുമ്പോൾ ഒന്ന് മുറ്റടിച്ചു കൊടുക്കാം. മഴ പെയ്താലും നമ്മള് മഴ ഇല്ലാത്ത ടൈമിലാണ് മുറ്റടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആ ചമ്മല അവിടെ തന്നെ കടന്ന് ഒട്ടിപ്പിടിക്കും മഴ പെയ്യുന്ന ടൈമിൽ. അപ്പൊ അത് നന്നായിട്ട് ഈ ഇങ്ങനത്തെ പുളി ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടില്. ഈ ഇരുമ്പമുള്ളി എന്ന് പറയും. ഇത് മഴ പെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് നല്ലൊരു അച്ചാർ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എൻ്റെ കുറഞ്ഞൊരു ഇത് തോട്ടാട്ടോ എന്ന് പറയാ പയറിന്റെ. അപ്പൊ അതിന് കുറച്ച് വളം ഇടാത്തത് കൊണ്ട് പയറൊക്കെ പറ്റെന്തോ പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ ടാസ്ക് ആയിരിക്കും അല്ലെ. മക്കളൊക്കെ ഇതുപോലെ കളിച്ചിട്ടിട്ട് അവര് എടുത്തു വെക്കൂല. പിന്നെ അത് പെറുക്കി വെക്കല് നല്ലൊരു പണി തന്നെയാണ്. അപ്പൊ അന്നിപ്പോ അത്യാവശ്യം കുറച്ച് വെയിലുള്ളൊരു ദിവസം തോന്നിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിനക്ക് കുറച്ച് വെയിലുണ്ടാകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവൂലേ. അപ്പൊ അടുക്കളത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണം കുറച്ച് എന്തെങ്കിലും അരി ഇതൊക്കെ കഴുകിയിടാനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വെയിലുണ്ടാവോ നോക്കട്ടെ വിചാരിച്ചു. അപ്പൊ വെയിലുണ്ടെങ്കിലും ഒന്ന് കഴുകിയിടാൻ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വെക്കാണ്. നമ്മള് രാവിലെ നല്ല തിരക്കനായിരിക്കും. നമ്മൾ എത്ര പാത്രം മോറി വെച്ചാലും പിന്നെയും വീണ്ടും വീണ്ടും നിരന്നുകൊണ്ടേയിരിക്കും. കാരണം ഒന്നെടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ള എന്തിനൊക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ പാത്രം നമ്മൾ നന്നായിട്ട് നിരത്തുട്ടോ. അപ്പൊ ഇന്നെ പോലെ തന്നെ ആയിരിക്കും എല്ലാ അമ്മമാരും പാത്രം പിന്നെ നമുക്ക് പിന്നെ മോറി വെക്കലൊരു പണി തന്നെയല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ പണി തീർക്കൂട്ടോ. നമ്മള് പണി പെട്ടെന്ന് രാവിലെ തീർത്തെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഫോണിലൊക്കെ ഒന്ന് തോണ്ടാൻ നിന്നാ പിന്നെ ടൈം തന്നെ പോയത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ടൈം തന്നെ ഏതിലെ പോയതെന്ന് അറിയാൻ പറ്റൂല. അപ്പൊ ഞാൻ രാവിലെ തന്നെ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് പിന്നെ നമ്മൾ ഫോണിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ വീഡിയോ എഡിറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തിരിക്കാലോ. അപ്പൊ രാവിലെ തന്നെ പണിയൊക്കെ ഒന്ന് വേഗം തന്നെ ഒരുക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ പിന്നെ ആ ദിവസം തന്നെ ഒന്ന് പോകട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ചാടിക്കാണ്. കാരണം ഈ പുളി നന്നായിട്ടുണ്ട് കേട്ടോ. വെറുതെ താഴെ ചാടിയിട്ട് പോവാണ്. അപ്പൊ ഞാൻ കുറച്ച് ഗോതമ്പ് ഒന്ന് കഴുകിയിടാൻ വിചാരിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ കണ്ടിട്ട് നന്നായിട്ട് കഴുകിയതാണ്.
അപ്പൊ നമ്മള് ഗോതമ്പ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ കിട്ടും. നമ്മള് പൈസക്ക് വാങ്ങിയാൽ അവര് തരും. ചില സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല, ചില ടൈമിലാണ് ഇവിടെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ വാങ്ങിയിട്ട് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് 2-3 മാസത്തിനുണ്ടാവും. അപ്പൊ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങും വേണ്ട, നല്ല പൊടി തന്നെ നമുക്ക് കഴിക്കും ചെയ്യാലോ. അപ്പൊ അങ്ങനെ ചെയ്യാറാണ്. നമ്മൾ അരിപ്പൊടി അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയാണെങ്കിലും കുറച്ചധികം തന്നെ കഴുകി ഉണക്കും. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ ഉണക്കാൻ പറ്റൂല. പിന്നെ മഴ ഇല്ലാത്ത ടൈമിലാണ് ഒക്കെ ചെയ്ത് വെക്കാറ്. അപ്പൊ ഈ പുളി കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അച്ചാറിട്ട് വെക്കാൻ വിചാരിച്ച്. പക്ഷെ ഇത് നല്ല നമ്മളെ എന്താ പറയാ കാന്താരി മുളകും ഇതും കൂടി ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇന്ന് കഴിക്കാട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കാരണം പിന്നെ പക്ഷെ കുട്ടികൾക്കൊന്നും അധികം കൊടുക്കരുത്, കാരണം ഇത് രക്തം ഇതാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാട്ടോ. പക്ഷെ നമുക്ക് പിന്നെ വലിയവർക്കൊക്കെ കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനത്തെ ഒക്കെ കുറക്കാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് അത്. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു പഴുത്തത്. അപ്പൊ അതൊക്കെ കഴിച്ച് പാത്രമൊക്കെ മോറലൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണി അറിയാണെങ്കിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ മഴ പെയ്തു, ഗോതമ്പൊക്കെ വാരി വെച്ചു. നമ്മൾ നല്ല വെയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല വെയിൽ തന്നെയാണെന്ന് അല്ലേ. എന്തായാലും ഞാൻ കുടുങ്ങിയൊന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് തന്നെ പൊടിച്ചു. അപ്പൊ മഴയൊക്കെ നന്നായിട്ടുണ്ട്. അലക്കാല പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല മഴ കൊണ്ടു. അപ്പം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബത്തലായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ നന്നാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും മക്കളൊക്കെ വരുമ്പോഴത്തേനും എല്ലാം നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ ഒന്ന് പിന്നെ ഇതാക്കണം. ബത്തലാകുമ്പോൾ നല്ല ടൈമും പിടിക്കൂലേ. സമയം ഇപ്പം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഗോതമ്പ് കഴുകിയിട്ട ടൈമിൽ തന്നെ സമയമായിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് കുറച്ച് ചെടി ഇട്ടിട്ടോ. നമുക്ക് അയൽവാസി തന്നതാണ് തൊട്ടടുത്തുള്ള. അപ്പൊ അവർക്ക് ഒരുപാട് ചെടി ഉണ്ടായപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പൊ ഞാൻ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നശിച്ചു പോയി എന്ന് പറയാം. നമ്മളതിന് നോക്കാൻ എന്നാലും ചെടി ആയിക്കോട്ടെ എന്തായാലും നമ്മൾ അത് നല്ലോണം നോക്കിയെങ്കിൽ കെയർ ചെയ്തെങ്കിലേ നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം. പിന്നെ ഇതാ കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം നമുക്ക് അറിയാം എന്താണ് ഇത്, ഒരു താളി കേട്ടോ, കുറുന്തോട്ടി എന്ന് പറയും, ചെറു കുറുന്തോട്ടി. അത് നല്ലതാട്ടോ. അപ്പൊ ഞാൻ ആ മത്തൻ്റെ ഇല പറിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ പറിച്ചു പോകുന്നതാണ്. നല്ല തണുപ്പാട്ടോ. തലക്കൊക്കെ തേച്ചാൽ നല്ല ഈ തലക്ക് നല്ല ഒരു സുഖമാണ് തേച്ചാൽ. പക്ഷെ ഞാൻ എപ്പോഴും തേക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കാണുന്ന ടൈമിലെടുക്കും. ഇപ്പൊ ചെടി ഇതാ ഇതുപോലെയാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വളപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. പക്ഷെ അതൊന്ന് ആദ്യം ഒന്നതിനും വേര് കിട്ടിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ പോട്ടി മിക്സറായിട്ട് ചെയ്താൽ മതി കേട്ടോ. പോട്ടി മിക്സ് പറയുമ്പോൾ ചാണകപ്പൊടി, അതുപോലെ തന്നെ മണ്ണും വളപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പിൻ പുണ്ണാക്കൊക്കെ ചേർത്ത് നമ്മളെ ചെടി നടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഞാനിത് മണ്ണിൽ സാധാരണ വെച്ചു കൊടുത്തിട്ടോ. ഇനി ഈ വളം കാര്യങ്ങളൊക്കെ ഒന്ന് തെളുത്ത് വരുമ്പം ചെയ്തു കൊടുക്കാൻ വിചാരിച്ച്. അപ്പൊ ചെടികളൊക്കെ എന്റെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് ചിലപ്പം ശരിയാവില്ല അല്ലേ. ഇപ്പൊ വീഡിയോന്റെ തിരക്കും അതുപോലെ നമ്മൾ ഓരോ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ ചെടീന്റെ കാര്യം നോക്കാൻ ഒട്ടും ടൈം കിട്ടാറില്ല. എന്തായാലും ഇതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ താളി ഇതുപോലെ കല്ലുമ്മൽ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ ഇത് നമ്മളെ ചെമ്പരത്തി താളി എന്നൊക്കെ പറയല്ലോ, അതേപോലെ തന്നെ കേട്ടോ. ഈ ഒരു സംഭവം നല്ലൊരു കൊഴുപ്പ് തന്നെയാണ്. ഇത് തലയിൽ തേച്ച നല്ല തണുപ്പ് കേട്ടോ. അപ്പൊ തലക്ക് ചൂടുള്ളവർക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഉറക്കം കുറവില്ലവർക്കൊക്കെ ഒന്ന് തേച്ച് നോക്കിയാൽ അറിയാം നല്ലൊരു ഇത് കിട്ടും. ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മളിതിപ്പോ ഞാൻ മത്തൻ്റെ ഇല പറിക്കാൻ പോയപ്പോൾ ആ ടൈമിലൂടെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ്. പക്ഷെ നല്ലൊരു തണുപ്പാട്ടോ തലക്ക്. നമുക്ക്
അപ്പൊ എന്താ പറയാ, വീണ്ടും വെയിൽ വന്നിട്ടോ. അപ്പൊ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇടുകയാണ്. കാരണം ആ ഒരു നനവ് പോവാഞ്ഞാല് ചിലപ്പോ പൂക്കാൻ ചാൻസ് ഉണ്ട്. ഫാനിന്റെ ചോട്ടിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നാലും പിന്നെ ഒന്നും കൂടെ ഒന്ന് ആയി കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് വെയിലത്തിട്ടു. അപ്പൊ ഇനി ഉച്ചക്കത്തെ ചോറ് കഴിക്കാട്ടോ. ചോറ് ഞാൻ അധികം കുറച്ച് കഴിക്കാറില്ല. നമ്മൾ കൂട്ടാനുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇന്നിപ്പോ ബത്തൽമീൻ പൊരിച്ചിട്ടുണ്ട്, ഉപ്പേരിയൊക്കെ ഉണ്ട്, ചമ്മന്തി ഉണ്ട് രാവിലത്തെ. അതും കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാൻ ഞാൻ നിസ്കരിച്ചിട്ട് ഇനി കുറച്ചേരം ഇരിക്കണം. അതിന്റെ മുന്നേ ആയിട്ടൊന്ന് അച്ചാറുണ്ടല്ലോ, അപ്പൊ അതും കൂടെ നമ്മൾ ആ ടൈമിലൊന്നും ചെയ്യാൻ ഞാൻ പിന്നെ അതവിടെ കടന്ന് വാടിപ്പോവേ ഒക്കെ ചെയ്യൂലേ. ചിലപ്പോ നമ്മള് മാങ്ങ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ സംഭവം എന്തെങ്കിലുമൊക്കെ ആയാൽ പിന്നെ അതൊരു വെറുതെ ആവുമല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്താണ് അച്ചാറിട്ടിട്ട് ഇരിക്കാൻ വിചാരിച്ച്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തെ നമുക്ക് വീണ്ടും മക്കള് വരാനായില്ലേ. രാവിലത്തെ എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോൾ ഏകദേശം എന്തായാലും 1:30-2 മണി ആവൂലേ. രാവിലെ കുളി കഴിഞ്ഞവരുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാല് വെറും അടുക്കള പണി മാത്രമാണെങ്കിൽ, നമ്മൾ വേറെ ഒരു ചുറ്റലും ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ഒരു 10-10:30 ആകുമ്പോഴത്തേനും നമ്മളെ കുളി കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ കുസൃതിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ദിവസം തന്നെ പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉണക്കാനൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നോക്കിക്കണ്ടേ. അപ്പൊ ഞാനിതാ ഇതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു നീളത്തിന് അരിയുന്നത് ഞാൻ വേറെ കാര്യത്തിന് കേട്ടോ. നമ്മൾ സുർക്കയിൽ ഇട്ട് വെച്ചാല് സുർക്കയും അതുപോലെ തന്നെ കാന്താരി മുളകും കല്ലുപ്പ് കൂടി ഇട്ട് വെച്ചാൽ കുറെ നാൾ ഇതിങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് അതിന് നമുക്ക് അച്ചാറായിട്ട് തന്നെ നമുക്ക് കഴിക്കും ചെയ്യാം. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇരുമ്പുളി ആകുമ്പോൾ നല്ലൊരു ഭയങ്കര പുളിയാണ്. പക്ഷെ അത് ഭയങ്കര കുട്ടികൾക്കൊന്നും വലിയ നല്ലതല്ല എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ വലിയവർക്ക് നല്ലതാട്ടോ. കൊളസ്ട്രോളും ഷുഗറൊക്കെ കുറക്കാൻ പറ്റും ഈ ഒരു സംഭവം. അപ്പൊ ഞാൻ എന്താ ഇതുപോലെ ഒരു ഭരണിയിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇത് നീളത്തിന് അരിഞ്ഞതും കാന്താരി മുളകും ഇട്ടിട്ട് ഇതുപോലെ നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സുറുക്കിയും വെള്ളം കൂടി തിളപ്പിച്ചെടുത്തതാണ്, രണ്ടും പകുതിയായിട്ട്. ഇനി ആ വെള്ളം ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പഴേ അത് മേൽഭാഗം പൂപ്പലോ കാര്യങ്ങളൊന്നും വരില്ല. ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി കേട്ടോ. പിന്നെ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സാധാരണ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു 3 സംഭവം നന്നായിട്ടും ചതക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ ആ എണ്ണയിൽ അച്ചാർ പൊടി ചേർക്കാതെ തന്നെ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഇടലുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ അച്ചാർ പൊടിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ചതച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു അച്ചാറിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിന്നെ എരിവും പുളിയും എരിവൊക്കെ പിടിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ അച്ചാറിടാറ് കേട്ടോ. അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. പൊട്ടുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ചതച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ കറിവേപ്പിന്റെ ഇല ചേർത്ത് കൊടുക്കണം. നമ്മളെ ചതച്ചതുണ്ടല്ലോ ആ മിക്സ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അതിന്റെ കളറൊന്നും മാറണ്ട. ഒന്നും അതിന്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പൊ ആ ടൈം ആവോളം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മുളക് പൊടിയാണ് അധികം ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല എരിവ് വേണം. കാരണം ഇത് നല്ല പുളിയാണല്ലോ. അപ്പൊ അതിലേക്ക് കുറച്ച് അത്യാവശ്യം എരിവ് തന്നെ വേണം കേട്ടോ. അപ്പൊ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് നാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം സ്കിപ്പായി പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ വെച്ചാൽ അത്തിരി വിനാഗിരി നമ്മൾ ഈ ഒരു ചതച്ച് വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഇത്തിരി വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണേ. ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഉലുവയും കടുകൂടി വറുത്ത് പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്താൽ വേറെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിന്റെ മേലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ
അപ്പൊ ഒരുപാട് വെള്ളമില്ലാതെ കുറഞ്ഞ് തിക്കായിട്ട് ഉണ്ടാക്കിയായിരിക്കും ഇതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഒരു വെള്ളം. നല്ല നമ്മളെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാട്ടോ. നമ്മൾ ഈ മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഇതിന് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് ആവട്ടോ. പിന്നെ ഇതൊക്കെ എരിവും പുളിയൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരത്തിനുള്ള ചായക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണല്ലോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ 1 കപ്പ് റവ കേട്ടോ. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ. അപ്പൊ ആ പൊടി കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒരു ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 സ്പൂൺ അളവ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പൊ ഇതും കൂടി അരച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ 4 മണി ആണിന്റെ മുന്നേ ഒരു 3:30 ഒക്കെ ആകുമ്പോഴത്തേന് ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പൊ ഇപ്പൊ ടൈം 2:30 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ചോറ് കഴിഞ്ഞ് അച്ചാറൊക്കെ ഒന്ന് ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതുമ്മൽക്ക് നോക്കി കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ 100 ഗ്രാം ശർക്കര പാനിയാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം. അപ്പൊ ഈ ഒരു വെള്ളം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റവ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം തന്നെ വേണം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ മൊത്തത്തിലേക്ക് ഞാൻ പാനി ഉണ്ടാക്കിയല്ലോ, അത് ഒരു 3/4 ഗ്ലാസും ആ വെള്ളം 1 ഗ്ലാസും അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം വെള്ളം വേണമെങ്കിൽ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ഈ റെസിപ്പി. അപ്പൊ നിങ്ങളൊന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇതിലേക്ക് ഒരു പിഞ്ചളവ് നമ്മൾ അരക്കുന്ന ടൈമിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മറക്കരുത്. നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു 1.5 കപ്പിലോട്ട് 100 ഗ്രാം ശർക്കര പിന്നെ പാകാണ് കേട്ടോ. അപ്പൊ മധുരം നല്ലതായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പോയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഒരുപാട് റെസ്റ്റ് ഒന്നും വെക്കണ്ട. ഞാൻ കുറച്ച് നമ്മൾ ഇരിക്കണ മുന്നേ ഒന്ന് അരച്ചു വെച്ചാൽ നമുക്ക് അവർ വരുന്നതിന്റെ കുറച്ച് മുന്നേ വേഗം ചുട്ടെടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടോ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ എടുത്തിട്ടുള്ളത് എള്ളുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ 3:30 ടൈം കേട്ടോ. അപ്പൊ അവര് വരാനായിട്ടുണ്ട്. അപ്പൊ വരുന്നതിന്റെ മുന്നേറ്റ് കുറച്ചേരം ഒന്ന് അവിടെ ഇരുന്നു. നമ്മള് രാവിലെയൊക്കെ എല്ലാം നേരത്തെ നീറ്റ് എല്ലാ പണിയും കഴിയുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കുഴക്കന്നെ ആയിരിക്കൂലേ. അപ്പൊ അവര് വരുന്ന ടൈമിലായിരിക്കും എന്താവും ഉറക്കം വരുന്ന ടൈം ആയിരിക്കൂലേ. എന്തായാലും മുന്നിപ്പോ നോക്കിയിട്ട് കാലല്ല കടി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് നീച്ച് പോന്നിട്ട് അപ്പൊ ഇത് ഉണ്ടാക്കാട്ടോ. അപ്പൊ ഞാനിതാ ഒരു പിന്നെ ഇത് പാർന്നിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ. ഒന്ന് പുള്ളി വരുമ്പോ നമ്മൾ ഇതുപോലെ ഇന്ന് എടുക്കുക. പക്ഷെ നമ്മൾ അപ്പുറത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന്മേ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ എടുത്തിട്ട് എന്ത് ചോദിച്ചാൽ വേറെ വീണ്ടും ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഈ ഒരു തിക്നെസ് ഇതിന് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പൊ നമ്മള് റവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുത്താലും പിന്നെ ചെറുതായിട്ട് ആയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. കാരണം ഉൾഭാഗം വേവൂല. അപ്പൊ തീ ഒന്നായിട്ട് കൂട്ടി കൊടുക്കരുത്. ഒന്ന് സിമ്മാക്കി കൊടുക്കുക. സിമ്മാക്കിയതിനു ശേഷം സാവകാശം അതുപോലെ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോഴേ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ. ഇപ്പൊ ആ ഗോതമ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മൈദനെക്കാട്ടും നല്ലത് നമ്മൾ മക്കൾക്ക് നല്ലതും ഗോതമ്പൊടി തന്നെയാണ് അല്ലേ. അപ്പൊ ഇത് നല്ലൊരു നമ്മൾ ഏകദേശം നമ്മളെ നെയ്യപ്പത്തിന്റെ ആ രൂപത്തിൽ തന്നെ വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പൊ ഞാൻ എന്താ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വൈകുന്നേരം കുട്ടികൾക്ക് നമ്മളെ മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലും കടി നിർബന്ധം അല്ലെ. അല്ലെങ്കിൽ ചോറ് കഴിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ചോറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കണേക്കാട്ടിലും നല്ലത് നമ്മളെ വീട്ടിലുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ അല്ലെ, അതും നല്ലതാണ്. പിന്നെ പക്ഷെ പുറത്തുനിന്നൊക്കെ ആവുമ്പോ പിന്നെ എപ്പോഴും പുറത്തുനിന്ന് നമുക്ക് കഴിക്കണേക്കാട്ടിലും നല്ലത് നമ്മളെ വീട്ടിലുള്ളത് ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് അല്ലെ. അപ്പൊ ഞാൻ സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറുള്ളത്. എന്നിട്ട് ഒരു ഭാഗം ആവുമ്പോ അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പൊ അതൊരു ഗോൾഡൻ കളർ ആവുമ്പോ വേണം നമുക്കൊന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട്.
വൈകുന്നേരം നല്ല ചൂട് ചായന്റെ കൂടെ എന്തെങ്കിലും ഒരു കടി നമുക്ക് എല്ലാവർക്കും, അപ്പൊ കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും നിർബന്ധം തന്നെയല്ലേ. നമ്മൾ ചായ കുടിച്ച് ശീലമാണെങ്കിൽ ആ ഒരു അഡിക്റ്റ് ആയി മാറൂലേ. നമുക്ക് ആ വൈകുന്നേരം ഒരു രാവിലത്തെയും വൈകുന്നേരം ചായക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അല്ലെ, വൈകുന്നേരം നല്ലൊരു തന്നെയല്ലേ. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയപ്പോ തന്നെ ഇതിന്റെ അപ്പുറത്ത് ചായ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ഇതിലേക്ക് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ വരും നമ്മുടെ ചായക്ക് കേട്ടോ. അത്യാവശ്യം പൊടിയും വേണം. പൊടി അത്യാവശ്യം ഇത് അത്യാവശ്യം പൊടി ഇല്ല കേട്ടോ. അപ്പൊ നല്ല പൊടി ഇട്ടുകയാണെങ്കിൽ നല്ല കടുപ്പായിട്ട് ഇരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കോ, ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമല്ലോ ചായ, അതുപോലെ ഇരിക്കും കേട്ടോ. അപ്പൊ ഞാനിത് പാകത്തിനെ പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റ് ആണ്. എന്തായാലും ഇപ്പൊ ടൈം 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ അവള് വരാനായിട്ടുണ്ട്. ഉമ്മ അവളെ ബസ് കാത്തു നിൽക്കുന്നേ. അപ്പൊ രണ്ടാളും കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഞാനിതാ ഫോണ് കണ്ടിട്ടാണ് ആ കളി കേട്ടോ. അപ്പൊ സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 4:15 ആയിട്ടുണ്ട്. അപ്പം കടിയൊക്കെയാണ് അപ്പൊ വന്നപ്പോത്തിന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഒന്ന് അങ്ങാടി പോകേണ്ട അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, അത്യാവശ്യം കുറേ ഒന്നുമില്ല, അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങാണ്ട്. അപ്പൊ അത് മാത്രം ഒന്ന് വാങ്ങിയിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് പോവാട്ടോ. എന്റെ മിക്സിന്റെ ജാറ് കേട് വന്നിരുന്നു കേട്ടോ. കുറെ കേട് വന്നു, മുറിച്ചൊക്കെ ഉണ്ട്, പക്ഷെ ബേക്ക് ഭാഗം ഒക്കെ പറ്റ പൊട്ടി പൊളിഞ്ഞ്. ഈ സുജാതന്റെ ഈ ഒരു മിക്സി ജാറായിരുന്നു. ഇപ്പൊ നല്ലൊരു മിക്സി കേട്ടോ ഈ ഒരു സുജാത, നല്ല പിന്നെ ഒരുപാട് കാലം നിൽക്കും ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഈ ഒരു ജാറ് വാങ്ങി. ഇതിന് ഏകദേശം പൈസ വന്നിട്ടുള്ളത് 650 രൂപയാണ്. ഈ ചെറിയ ജാറിന് നല്ല വില ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാക്സി തുണി എടുത്തത്, കുറച്ചൊന്നുമില്ല, കുറേ ഒന്നുമില്ല കേട്ടോ. ഇതുപോലെ 2 എണ്ണം എനിക്കും, ഇത് ഉമ്മാക്കാണ്, ഉമ്മാക്ക് നൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ മറ്റത് എനിക്ക് നമ്മള് വീട്ടിലിടുവല്ലോ ചുരിദാറ്, അതിന് വേണ്ടിയിട്ട് മുറിച്ചു വാങ്ങിയതാണ്. ടോപ്പ് തയ്ക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ തയ്ക്കണത് ഞാൻ തന്നെ കേട്ടോ. പക്ഷെ നമ്മള് സത്യം പറയുകയാണെങ്കിൽ മടിയെന്ന് പറയാ, പിന്നെ ടൈമും ഉണ്ടാവാറില്ല. അപ്പൊ മെഷീമ ഇരിക്കാറില്ല കേട്ടോ. അപ്പം എല്ലാവരും പറയും മാക്സി കൊണ്ടുവന്ന് വെക്കാൻ ആള് സൂപ്പറാണ്, അടിക്കൂലെന്ന്. കാര്യമാണ്, എന്തായാലും ഇരുന്ന് അടിക്കണം. അപ്പം ഇന്നിപ്പം ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ആയി, മോളൊന്ന് പഠിപ്പിക്കണം. 1 2 3 4 5 6 7 8. അത് 9 അല്ലേ വരിക? 7ഉം തെറ്റാണത്. 7ഉം 9ആണ് വരിക. 9 ഇല്ലത് ഇതിന് ഏതാണ് ലോക്ക്? ഇതാണ് 1 2 3 4 5 6 7 8 9 ഇതാണ്. ഇത് 9.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ വാച്ച് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പിയൊക്കെ തന്നെ ഞാൻ ഇൻഷാല്ലാ ഈ ഒരു ചാനൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.